ത്തിലേക്കാണ് മലപ്പുറം നിലമ്പൂർ കരുളായി റേഞ്ചിൽ ഉൾവനത്തിൽ യുവാവിനെ ആന ആക്രമിച്ചു എന്നൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കരുളായി റേഞ്ച് ഉൾവനമായ മണ്ണള ഉന്നതിയിൽ താമസിക്കുന്ന ബാലനാണ് ആനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 23 വയസ്സുകാരനാണ് ഇത്തരത്തിൽ ഒരു ആനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ ഏകദേശം 11 മണിയോടെ ആണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ ഇയാൾക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വനത്തിന്റെ ആഴത്തിൽ പോയ സമയത്താണ് ഇത്തരത്തിൽ കാട്ടാൻ ആക്രമിച്ചത് എന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ആക്രമണത്തിൽ ബാലന്റെ കൈക്ക് ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. സഹപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ ഇയാളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലമ്പൂർ കരുളായി റേഞ്ചിലാണ് ഇത്തരത്തിൽ യുവാവിനെ ആന ആക്രമിച്ചിരിക്കുന്നത്. പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കരുളായി റേഞ്ച് ഉൾവനമായ മണ്ണള ഉന്നതിയിൽ താമസിക്കുന്ന ബാലനാണ് ഇത്തരത്തിൽ ആനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഏകദേശം 11 മണിയോടെയാണ് ഇത്തരത്തിൽ ആനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ ഇയാൾക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വനത്തിന്റെ ആഴത്തിൽ പോയ സമയത്താണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമിച്ചത് എന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ആക്രമണത്തിൽ ബാലന്റെ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ സഹപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ ഇപ്പോൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മലപ്പുറം നിലമ്പൂർ കരുളായി റേഞ്ചിലാണ് ഇത്തരത്തിൽ ഉൾവനത്തിൽ പോയ യുവാവിന് ആനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ യുവാവിന് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പരിക്കേറ്റ യുവാവിനെ ഇപ്പോൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇയാളുടെ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കരുളായി റേഞ്ച് ഉൾവനമായ മണ്ണള ഉന്നതിയിൽ താമസിക്കുന്ന ബാലൻ എന്ന യുവാവിനാണ് ഇത്തരത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. 23 വയസ്സാണ് അയാൾക്ക് പ്രായം. രാവിലെ ഏകദേശം 11 മണിയോടെ അടിയിൽ പെടുകയായിരുന്നു. ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ ആക്രമണത്തിൽ ഇപ്പോൾ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. വനത്തിനുള്ളിലെ ഉൾവനത്തിലേക്ക് പോയതിനു ശേഷം സമയത്താണ് ഇത്തരത്തിൽ ആനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ആക്രമണത്തിൽ ബാലന്റെ കൈക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം വരുന്നുണ്ട്, അതിലേക്ക്. മണ്ണള ഭാഗത്ത് വഞ്ചിക്കടവ് എന്ന സ്ഥലത്ത് താമസിക്കുന്നത്. അപ്പോൾ അവൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പം അവന് ഒരു പുഴയുടെ തിണ്ടത് ഏകദേശം ഒരു 10-50 മീറ്റർ മാറിയിട്ട് താമസിക്കുന്നത്. അപ്പോൾ വെള്ളം ശേഖരിക്കുന്നത് പുഴയെന്നാ. അപ്പോൾ പുഴയിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്താണ് അവൻ ആന തട്ടിയെന്നാണ് അവൻ പറയുന്നത്. അവന് ആന തട്ടിയാണ്, കയ്യിന് വീണന്റെ പരിക്കാണ്, ആന തട്ടി വീണന്റെ പരിക്കാണ്. ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ ഒരു പ്രതികരണമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചത്. മലപ്പുറം നിലമ്പൂർ കരുളായി റേഞ്ചിലാണ് ഇത്തരത്തിൽ ഉൾവനത്തിൽ പോയ യുവാവിന് ആനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ ഇയാൾക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഇത്തരത്തിൽ വെള്ളമെടുക്കാൻ ഉൾവനത്തിലേക്ക് പോയ സമയത്താണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്, ആനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ആനയെ ഭയന്ന് പോയപ്പോൾ തട്ടി വീണാണ് ഇത്തരത്തിൽ പരിക്ക് പറ്റിയത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കരുളായി റേഞ്ച് ഉൾവനമായ മണ്ണള ഉന്നതിയിൽ താമസിക്കുന്ന ബാലനാണ് പരിക്ക് പറ്റിയത്. 11 മണിയോടെയാണ് ഇയാൾക്ക് ആനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഉൾവനത്തിൽ പോയ ശേഷം വെള്ളം ശേഖരിക്കാനായി ഉൾവനത്തിൽ പോയ സമയത്താണ് ഇത്തരത്തിൽ ആനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ ഇയാളുടെ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് ലഭിക്കുന്ന വിവരം. സഹപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് ഇയാളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്.